BJPയെ സംബന്ധിച്ച് അവർക്ക് അകത്തുണ്ടായ പടലപ്പിണക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച, ഇവയൊക്കെ കൊണ്ടാണ് നമ്മൾ തോറ്റുപോയത് എന്നൊരു ആഭ്യന്തര വിലയിരുത്തൽ ആ പാർട്ടിക്കകത്തും അതിൻ്റെ അണികൾക്കിടയിലും അതിൻ്റെ സിമ്പതൈസേഴ്സിലും ഒക്കെ കാര്യമായിട്ടുണ്ട്. അതായിരുന്നോ പ്രശ്നം? അതോ അതിനപ്പുറത്തേക്ക് BJP അടിസ്ഥാനപരമായി തന്നെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത മണ്ഡലമെന്നാണോ നിങ്ങൾ കാണുന്നത്? അതോ BJPയുടെ മുദ്രാവാക്യങ്ങളോ? BJP അവിടെ പരമാവധിയിൽ കവിഞ്ഞ വിഭജന രാഷ്ട്രീയം പരിശ്രമിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. വഖഫ് ബോർഡ് വന്നാൽ മൊത്തം ഇപ്പോൾ കൽപ്പാത്തി എല്ലാം എടുത്തുകൊണ്ട് പോകാൻ പോവാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി എറണാകുളത്ത് വന്ന് വഖഫിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട പന്തലിൽ വന്ന് പങ്കെടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ എങ്ങനെയാണോ ഡിവിസീവായ സാധ്യതകളെ പരമാവധി പയറ്റാൻ ശ്രമിച്ചു. പക്ഷേ അവിടുത്തെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ആ അജണ്ടയെ തള്ളിക്കളയുന്ന കാഴ്ചയാണ് കണ്ടത്. സത്യത്തിൽ BJP രാഷ്ട്രീയത്തിന് വേര് പറയുന്നതാണോ അതോ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളുടെയൊക്കെ ഒരു താൽക്കാലികമായ പ്രതിഭാസമാണോ ഈ ദുർബലത? BJPക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ നിന്ന് 12,000-ഓളം വോട്ടുകൾ കുറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയും 5,000-ഓളം വോട്ടുകൾ കുറഞ്ഞു. അത് യാദൃച്ഛികമാണ് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഉയർന്നു വന്നിരിക്കുന്ന ഏറ്റവും ഗൗരവമായിട്ടൊരു വിഷയം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് ഉണ്ടാക്കിയെടുക്കുന്ന ഡീൽ സംബന്ധിച്ച് വലിയ ചർച്ച വന്നു. അതിൽ 56,000 വോട്ട് കോൺഗ്രസിന് കുറഞ്ഞപ്പോഴാണ് അവിടെ ഭൂരിപക്ഷം കിട്ടിയിട്ട് സുരേഷ് ഗോപി ജയിക്കുന്ന ഒരു നിലയുണ്ടായത്. ഇടതുപക്ഷ മുന്നണിക്കാവട്ടെ 6,600 വോട്ടുകൾ വർദ്ധിക്കുന്ന ഒരു നിലയാണ് തൃശ്ശൂരിലുണ്ടായത്. അവിടെ അന്ന് തന്നെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വലിയ ചർച്ചയാണ്, നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ടുകൾ കോൺഗ്രസിന് നൽകാം. അതുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ച രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള തകർച്ച നേരിട്ട പാർട്ടി ഏതാ? അത് BJPയാണ്. അവർക്ക് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, അവർ സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്, വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കമുണ്ട്, കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കമുണ്ട്. ഇവിടെ ഇപ്പോൾ BJPക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ഷാവു പ്രസാദ് എത്ര ലാഘവത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് വന്ന ഒന്നും സംഭവിക്കാനില്ല എന്ന നിലക്കല്ലേ അദ്ദേഹം പറഞ്ഞു പോയത്. കാരണം എന്താ, വോട്ട് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയത്തെ ബലപ്പെടുന്നില്ലേ അദ്ദേഹത്തിൻ്റെ വർത്തമാനം. പിന്നെ അവർ വളരെ കൂട്ടായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, സ്വയം ശരിയാണെന്നാണ് ഓരോരുത്തരുടെയും വിചാരം. പറയുന്ന ആരാ? പറയുന്നത് നേരത്തെ BJP അധ്യക്ഷനായ CK പത്മനാഭനാണ്. തൻ്റെ പാർട്ടിക്കകത്ത് നേതാക്കന്മാരെ സംബന്ധിച്ച് കേരളത്തിലെ BJP എവിടെയും എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ നേതൃമാറ്റം വേണം. ഇത് പറഞ്ഞിരിക്കുന്ന വേറെ ആരുമല്ല, CK പത്മനാഭനാണ്. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കേരളത്തിലെ BJP കടിഞ്ഞാണില്ലാത്ത കുതിരയാണ്. പറഞ്ഞിരിക്കുന്ന ആരാ? NDAയുടെ സംസ്ഥാന വൈസ് ചെയർമാനായിട്ടുള്ള വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ്. അതുപോലെ തന്നെ BJPയുടെ മേൽക്കൂര മാറ്റണം പറഞ്ഞിരിക്കുന്ന ആരാ? ഞങ്ങളല്ല. BJPയുടെ അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗമായിട്ട് ശിവരാമനാണ് പറഞ്ഞിരിക്കുന്നത് BJPയുടെ മേൽക്കൂര മാറണം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലെ വ്യത്യസ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത നിലയിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിഷയമാണ്. ഇപ്പോൾ നേരത്തെ കൊടകരയിലെ കുഴൽപ്പണം അത് പാലക്കാട് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്രാവശ്യം ആ കൊണ്ടുവന്നിരിക്കുന്ന പണത്തിനകത്ത് ഒരു വലിയ പണം തട്ടിയിരിക്കുന്നു, പിന്നെ അധ്യക്ഷനടക്കമുള്ള ആളുകൾ എന്ന് പറഞ്ഞ് വേറെ ആരുമില്ല, BJPക്ക് അകത്തുപെട്ടിരിക്കുന്ന ആളുകളാണ്. എവിടെയും കേൾക്കാത്ത രൂപത്തിൽ കോൺഗ്രസിൻ്റെ നേതാവിന് 4 കോടി ഉറുപ്പിക ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? സുരേന്ദ്രനല്ലേ? അപ്പോൾ എത്ര വിചിത്രമായ നിലക്കാണ് BJPയുടെ വാദങ്ങൾ ഉയർന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ കാണണം. കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രൂപത്തിൽ കള്ളപ്പണം ചർച്ചയാവുകയാണ്, അതുപോലെ മദ്യവിതരണം ചർച്ചയാവുകയാണ്. അതെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ആരാ? ഈ പറയുന്നത് BJPയും കോൺഗ്രസും ചേർന്നാണ് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ പ്രശ്നം CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഒന്നിക്കണമെന്ന് പറയുന്ന ഒരു വലിയ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നു. എന്തുകൊണ്ട്? ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത് BJPയുടെ വോട്ട് വാങ്ങിച്ചിട്ടാണ്. അതുപോലെ തന്നെ ലീഗിന് ഉപയോഗിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ SDPI, അതുപോലെ പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള വെൽഫെയർ പാർട്ടി അടക്കമുള്ള ആളുകളുടെ വോട്ടുകൾ നേടിക്കൊണ്ടാണ് എന്നുള്ള വിഷയം അവർ പരസ്യമായിട്ട് സമ്മതിച്ചല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ ജയമുണ്ടായി കഴിഞ്ഞാൽ ആരാണ് ഏറ്റവും ആദ്യം ആഹ്ലാദ പ്രകടനം നടത്തുക? അതിന് മുന്നിൽ നിന്നിരിക്കുന്ന ആളല്ലേ. ഇവിടെ ആരാണ് നടത്തിയിരിക്കുന്നത്? SDP ആണ്, കോൺഗ്രസ് അല്ല. ഇവിടെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചപ്പോൾ ആദ്യം ആഹ്ലാദ പ്രകടനം നടന്നിരിക്കുന്നത് SDPയുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നല്ലതുപോലെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയത അവരുടെ വോട്ടുകൾ നേടിയാണ് ഇവിടെ കോൺഗ്രസ് ജയിച്ചതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് ഈ നാട്ടിലെ BJPയുടെ അടിത്തറ ഇളക്കാൻ ഒരു മതനിരപേക്ഷ കക്ഷിക്ക് കഴിഞ്ഞു എന്ന നിലയ്ക്കല്ല നിങ്ങൾ കോൺഗ്രസിനെ കാണുന്നത്. മറിച്ച് കോൺഗ്രസും BJPയും തമ്മിൽ ഡീൽ ഉണ്ടാക്കി ചില പ്രദേശങ്ങളിലെ വോട്ട് വാങ്ങിച്ചെടുത്തു എന്ന നിലയ്ക്കാണ്. അതെങ്ങനെയാണ് കാണാൻ വേണ്ടി കഴിയുക? കോൺഗ്രസും ലീഗും BJPയും ചേർന്ന് മത്സരിച്ച കാലം ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, നമ്മൾ കണ്ടിരിക്കുന്നതല്ലേ അത്. ഈ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് BJPയും അതുപോലെ കാലങ്ങളുണ്ട്. അവർ രണ്ടുപേരും ഒരേ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതല്ല പൊതുവിൽ പരിശോധിക്കുമ്പോൾ കേരളത്തോട് തികഞ്ഞ അന്യായം കാണിക്കുന്നു കേന്ദ്ര ഗവൺമെൻറ്.
സ്വാഭാവികമായിട്ടും അതിനോട് ചെറുക്കേണ്ട പാർട്ടിയല്ലേ. ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കേരളത്തിലെ പ്രധാന പ്രതിപക്ഷമായിട്ട് കോൺഗ്രസ് എതിർക്കുന്നുണ്ടോ? കേരളത്തിലെ പണം നിഷേധിക്കുമ്പോൾ, കേരളത്തിൽ ബജറ്റിൽ പ്രൊവിഷൻ ഇല്ലാതിരിക്കുമ്പോൾ, കേരളത്തിലെ പദ്ധതികൾക്ക് തുരങ്കം വെക്കുമ്പോൾ, കേരളത്തോട് ശത്രുതാപരമായിട്ട് നിലപാട് സ്വീകരിക്കുമ്പോൾ, വയനാട് ദുരന്തത്തെ സഹായിക്കാതിരിക്കുമ്പോൾ, അവിടെയെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ ബാധപ്പെട്ട പാർട്ടിയല്ലേ ഈ പറയുന്ന കോൺഗ്രസ്. അതുപോലെ UDF നിൽക്കുന്നുണ്ടോ? അത് BJPയുടെ ബി ടീമാണ് കാര്യത്തിൽ. അപ്പം അതുകൊണ്ട് കോൺഗ്രസും BJPയും എന്താണ് എന്നുള്ളത് കൃത്യമായ നിലക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്നതാണ്. അതിന് മകുടം ചേർത്തുന്ന ഒന്നാണ് ബിജെപിയുടെ ദുർബലതയും പരാജയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ BJP കോൺഗ്രസുമായി ഉണ്ടാക്കിയ ഡീൽ ചർച്ച ചെയ്യണമെന്ന ഒരു പുതിയ വിവക്ഷ കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കണം. പുതിയ